ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. ശാലിനി പാർക്കുട്ടിയും കൊണ്ട് പ്രീതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ദേ, വസുമതിയമ്മ മരുമോൾക്കും പാർക്കുട്ടിക്കും കൂടി ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രീതിയെ സാരികൾ കാണിക്കുകയാണ് ശാലിനി. അതേസമയം തന്റെ കഴുത്തിന് താഴോട്ട് ചലനമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമത്തോടെ കിടക്കുകയാണ് പ്രീതി. പ്രീതി, നീ ഒന്നോർത്തും വിഷമിക്കണ്ട. നിനക്ക് ഇതിൻ്റെ അകത്ത് ഏത് സാരിയാ വേണ്ടത്? ഇത് മതിയോ എന്ന് ചോദിക്കുമ്പോൾ മതിയെന്ന് പ്രീതി പറയുന്നു. അങ്ങനെ ശാലിനി പ്രീതിയെ ഒരുക്കുകയാണ്. അതേസമയം സത്യഭാമയും രാഘവൻ നായരുമൊക്കെ പ്രീതിയുടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി പ്രീതിയും കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഇത് കാണുന്ന മാലതി പറയുകയാണ്, കണ്ടിട്ട് നമ്മളെ പോലെയൊക്കെ തന്നെയുണ്ട്, ഒരു കുഴപ്പവുമില്ല, കത്തിച്ചു വെച്ച നിലവിളക്ക് പോലെ തന്നെയുണ്ടെന്നൊക്കെ മാലതി പറയുമ്പോൾ ഭാമ പറയുകയാണ്, മാലതി, നമുക്ക് വേറെ എന്തിനെങ്കിലും കുറിച്ച് സംസാരിക്കാം. എന്താ ഭാമ നിന്റെ പ്രശ്നം? നമ്മുടെ മോൾക്ക് ഇപ്പോൾ ഇങ്ങനെയെങ്കിലുമൊക്കെ സംസാരിക്കാമല്ലോ എന്നോർത്ത് നമ്മൾ സന്തോഷിക്കുകയാ വേണ്ടത്. ഇത് കേൾക്കുന്ന പ്രീതി പറയുകയാണ്, അതെ അമ്മേ, അതാണ് യാഥാർത്ഥ്യം. ഞാൻ നിങ്ങളോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വിഷ്ണുവേട്ടനോടും ശാലിനിയോടും. ഞാനില്ലാഞ്ഞിട്ടും എൻ്റെ ഒരു കുറവ് പോലും അറിയിക്കാതെയല്ലേ അവര് പാർക്കുട്ടിയെ നോക്കിയത്. അവർ ഇപ്പോൾ എനിക്ക് ദൈവത്തിന്റെ സ്ഥാനത്താണെന്ന് പ്രീതി പറയുന്നു. അതേസമയം വിഷ്ണു അങ്ങോട്ടേക്ക് വരികയാണ്. ശാലിനിയെ ഡോക്ടർ ഒന്ന് കാണണമെന്ന് പറഞ്ഞെന്ന് വിഷ്ണു പറയുന്നു. എന്നിട്ട് ശാലിനിയെ കൂട്ടിക്കൊണ്ട് വിഷ്ണു പുറത്തേക്ക് പോവുകയാണ്. ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ സുസ്മിത മനസ്സിൽ പറയുകയാണ്, അവളുടെ ഒരു ഫിലോസഫി. ഇവൾ അവിടെ വെട്ടിയിട്ട വാഴ പോലെ തന്നെ കിടന്നാ മതിയായിരുന്നു, മനുഷ്യന് സമാധാനക്കേടുണ്ടാക്കാനായിട്ട്. ഇത് കാണുന്ന വസുമതി സുസ്മിതയോട് ചോദിക്കുകയാണ്, എന്താടി നിനക്ക് ഗൗരവത്തിലൊരു ആലോചന? തുടർന്ന് വസുമതി സുസ്മിതയെ പിടിച്ച് പ്രീതിയുടെ മുന്നിലേക്ക് നിർത്തുകയാണ്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നതെന്ന് സുസ്മിത ചോദിക്കുമ്പോൾ വസുമതി പറയുകയാണ്, ഡോക്ടർ പറഞ്ഞതെന്താ നിനക്ക് ഓർമ്മയില്ലേ? നീ എപ്പോഴും പ്രീതിയുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാകണമെന്നാ പറഞ്ഞത്. നിങ്ങൾക്കിത് എന്തിന്റെ കേടാണെന്ന് സുസ്മിത പതിയെ ചോദിക്കുമ്പോൾ വസുമതി പറയുകയാണ്, നിനക്ക് നൂലുകെട്ടിൻ്റെ അന്നുണ്ടായ കാര്യങ്ങളൊക്കെ എന്താ ഓർമ്മയില്ലേ? പക വീട്ടിലാണല്ലേ, എനിക്കും ചാൻസ് കിട്ടുമെന്ന് സുസ്മിത പറയുമ്പോൾ വസുമതി പറയുകയാണ്, അങ്ങനെ ഒന്നിനി നടക്കാനേ പോകുന്നില്ല. അതിന്റെ സൂചനയാ പ്രീതിക്ക് ബോധം വന്നതെന്ന് വസുമതി പറയുന്നു. അതേസമയം സുസ്മിതയെ കാണുമ്പോൾ പ്രീതിക്ക് എന്തൊക്കെയോ ഓർമ്മ വരികയാണ്. പിന്നീട് കാണിക്കുന്നത് ശാലിനിയെയും വിഷ്ണുവിനെയും ഡോക്ടറെയുമാണ്. ഡോക്ടർ പറയുകയാണ്, ശാലിനി, പ്രീതിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത്ഭുതകരമായ ഒരു മാറ്റമാണ്. ഇപ്പോൾ പ്രീതിക്ക് കൃഷ്ണമണികൾ അനക്കാം, സംസാരിക്കാം, കഴുത്ത് തിരിക്കുകയും ചെയ്യാം. പക്ഷേ കഴുത്തിന്റെ താഴോട്ട് ചലനമൊന്നുമില്ല. നമുക്ക് പ്രീതി ഈ അവസ്ഥയിൽ നിന്നും മാറ്റിയെടുക്കണ്ടേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അതിന് സാധിക്കുമോ എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അതിനല്ലേടോ ഞാനിവിടെയുള്ളത്. ചിലപ്പോ സുസ്മിതയോടുള്ള വാശി കൂടിയാകാം പ്രീതിയെ കോമയിൽ നിന്നും എഴുന്നേൽപ്പിച്ചത്. തുടർന്ന് ശാലിനി പറയുകയാണ്, ഡോക്ടർ ക്ഷമിക്കുമെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. പ്രീതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സുസ്മിതയെ പലവട്ടം ഫോൺ ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം അവള് പലവട്ടം വിരണ്ടിട്ടുമുണ്ട്. അവള് പേടിയോടെയാ എന്നോട് സംസാരിച്ചതെന്നൊക്കെ ശാലിനി നടന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഡോക്ടറോട് പറയുകയാണ്. പൊന്നി വിളിച്ചു പറഞ്ഞതനുസരിച്ചാ ഞങ്ങള് കാര്യങ്ങളൊക്കെ നടപ്പാക്കിയതെന്ന് ശാലിനി പറയുന്നു. തുടർന്ന് ശാലിനി ചോദിക്കുകയാണ്, അപ്പോൾ ഡോക്ടർ, പ്രീതി കോമയിൽ കിടന്നപ്പോ സുസ്മിത പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രീതിക്ക് ഓർമ്മയുണ്ടാകില്ലേ? ഉപബോധ മനസ്സല്ലേ ശാലിനി, ചിലപ്പോ ഓർത്തെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോ പ്രീതിക്ക് അതൊന്നും ഓർമ്മിച്ചെടുക്കാൻ പറ്റില്ലെന്നാണ് ഡോക്ടർ പറയുന്നതെന്ന് ശാലിനി ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇനി അതിനൊക്കെ സാധിക്കുന്നത് ശാലിനിയെ കൊണ്ട് മാത്രമാണ്. ഇത് കേൾക്കുന്ന ശാലിനി അമ്പരന്നുകൊണ്ട് ഡോക്ടറെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.